നമസ്കാരം സുഹൃത്തുക്കളെ. നിങ്ങളിൽ പലരും എപ്പോഴെങ്കിലും പാമ്പുകളെ സ്വപ്നം കണ്ടിട്ടുണ്ടാകാം, അല്ലേ? ചിലപ്പോൾ പാമ്പ് കടിക്കുന്നതായിട്ടാകാം, അല്ലെങ്കിൽ പാമ്പ് നമ്മുടെ പുറകെ ഓടിക്കുന്നതായിട്ടാകാം. പാമ്പിനെ സ്വപ്നം കണ്ടാൽ അത് ദോഷമാണോ, അതോ വരാനിരിക്കുന്ന വലിയൊരു ഭാഗ്യത്തിൻ്റെ ലക്ഷണമാണോ? നമ്മുടെ പരമ്പരാഗത വിശ്വാസങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക. ആദ്യം തന്നെ ഏതൊക്കെ രീതിയിൽ പാമ്പിനെ കണ്ടാലാണ് ദോഷം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, പാമ്പ് കടിക്കുന്നതായി കണ്ടാൽ ഇത് അത്ര നല്ല സൂചനയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെയോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയോ അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ ഉപദ്രവത്തെയോ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി, പാമ്പ് നിങ്ങളുടെ പുറകെ ഓടിക്കുന്നതായി കണ്ടാൽ ഇതിൻ്റെ അർത്ഥം യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പേടിക്കുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടാൻ ശ്രമിക്കുന്നു എന്നാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഭയമാണ് ഈ സ്വപ്നത്തിന് കാരണം. മൂന്നാമതായി, പാമ്പ് ശരീരത്തിൽ ചുറ്റി വരിയുന്നത് കണ്ടാൽ ഇത് നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയൊരു ബാധ്യതയോ അല്ലെങ്കിൽ കടുത്ത മാനസിക വിഷമങ്ങളെയോ ആണ് കാണിക്കുന്നത്. എന്നാൽ വിഷമിക്കേണ്ട, പാമ്പിനെ സ്വപ്നം കാണുന്നത് എപ്പോഴും ചീത്തയല്ല. ചില നല്ല ലക്ഷണങ്ങളും ഇതിനുണ്ട്. പാമ്പിനെ കൊല്ലുന്നതായി കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിയെ അല്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിക്കാൻ നടന്ന ശത്രുക്കളെ നിങ്ങൾ വിജയകരമായി മറികടന്നു എന്നതിൻ്റെ സൂചനയാണിത്. അതായത് നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണ്. പാമ്പ് പത്തി നിവർത്തി നിൽക്കുന്നത് കണ്ടാൽ ഇത് വളരെ നല്ലൊരു ലക്ഷണമാണ്. നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയൊരു ധനലാഭത്തെയോ ബിസിനസ്സിലെ പുരോഗതിയെയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാ ലാഭത്തെയോ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ തുടർച്ചയായി ഇത്തരം സ്വപ്നങ്ങൾ കണ്ട് ഭയപ്പെടുന്നുണ്ടെങ്കിൽ ചില പരിഹാരങ്ങൾ ചെയ്യാം. നിങ്ങളുടെ വീടിനടുത്തുള്ള സർപ്പക്കാവുകളിലോ ക്ഷേത്രങ്ങളിലോ പോയി പാൽ, പഴം അല്ലെങ്കിൽ മലർ നിവേദ്യം എന്നിവ വഴിപാടായി നൽകുക. ജ്യോതിഷപ്രകാരം ഇത് രാഹു കേതു ദോഷങ്ങൾ കൊണ്ടാകാമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഒരു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാരയോ അല്ലെങ്കിൽ വിളക്കോ വഴിപാടായി കഴിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. അവസാനമായി ഒരു കാര്യം ഓർക്കുക, സ്വപ്നങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ചിന്തകളുടെയും ഭയത്തിൻ്റെയും പ്രതിഫലനം മാത്രമാണ്. അതുകൊണ്ട് അമിതമായി പേടിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.